അച്ഛാ, എന്താണ്? നല്ല ഇടിയും മിന്നലുവാ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു കഥ പറഞ്ഞുതരോ? അറിയാലോ, നമ്മുടെ പ്രകൃതിയിലെ ഒരുപാട് ജീവജാലങ്ങളില്ലേ, അതിൽ ഏറ്റവും ഭീകരനായി പറഞ്ഞു വെക്കുന്ന ഒരു ഈഗിളിന്റെ കഥ പറയട്ടെ. Fireproof, there's nothing you can do, so run away, 'cause I am here to stay. You hear me now, you don't wanna be my prey. I'll break you down, you wouldn't last a day. வீட்டில் சோகம் என்னும் சொல் இல்லை இல்லை. நேற்று எந்தன் கைவளையல் இசைத்ததெல்லாம் உன் இசையில். வானே நின்று அந்த நீற்றுகளை கொண்டு காலை கதிரொலியை சிறுகசைத்து வரவேற்பாய். பின் மாலை மரக்கிளியை தொட்ட நைத்து தூங்க வைப்பாய். ஓ புள்ளினங்கால் உன் பேச்சரவும் கேட்டு நின்றே. புள்ளினங்கால் ஓ புள்ளினங்கால் உன் கீச்சொலிகள் வேண்டுகின்றே. ഈഗിളിന്റെ ആയുസിന്റെ പകുതിയാവുമ്പോ തന്നെ വയസ്സാവോ, മരിച്ചു പോവോ? ചുണ്ടൊക്കെ വളഞ്ഞു പോയാ അതെങ്ങനെ ആഹാരം കഴിക്കും? ചിറകിനൊക്കെ ഭാരം കൂടിയാ അതെങ്ങനെ പറക്കും? പാവ ഈഗിള്. മോളെ, അത് പറന്ന് തന്റെ ഇണയെ വിട്ട് ആരും വരാത്തൊരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരിക്കും. സ്വന്തം ചുണ്ട് ഇടിച്ചു പൊട്ടിച്ച് ശരീരത്തിലെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ചു കളയും. ആഹാരം പോലും കഴിക്കാതെ കുറെ നാൾ അത് അവിടെ തന്നെ കിടക്കും. அதுவாய் விழுந்தே அதுவாய் எழுந்தே குழந்தை நடை பழகுதே. மனதால் உணர்ந்தே உடலே விரிந்தே பறவை திசை அமைக்குதே. வாசம்தான் பூவின் பார்வைகள் காற்றில் ஏறி காணும் காட்சிகள் காணாமல் வெளியாக பார்த்திடுமே. சிறு ஊற்றாக நேசம் எங்கோ உருவாகுமே. பெரும் காற்றாக மாறி சென்று உறவாடுமே. சுடரி சுடரி வெளிச்சம் தீராதே. அதை நீ உணர்ந்தால் பயணம் தீராதே. இதுவும் கடந்து போகும். இதுவும் கடந்து போகும். മോള് കരയണ്ട, നമ്മുടെ ഈഗിള് അങ്ങനെ ഒന്നും മരിക്കില്ല. ഒരുപാട് നാളത്തെ മോശപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞ് പുതിയ ചുണ്ടും പുതിയ തൂവലും ഒക്കെ ആയി നമ്മുടെ ഈഗിൾ റീബർത്ത് ചെയ്യും. ഇതുപോലെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മോളുടെ ലൈഫിൽ ഉണ്ടാവുമ്പോ മോൾ അത് സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യില്ലേ? ഉറപ്പായ അച്ഛാ. ഗുഡ് ഗേൾ, ദാറ്റ്സ് ഈഗിൾ മൈൻഡ് സെറ്റ്.